കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ അത്? സ്മൃതി ഇറാനി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ കുറേ കാലമായി സ്മൃതി ഇറാനിയുടെ പേര് കേൾക്കുന്നില്ല. അതെ, ഇപ്പോൾ പെട്ടെന്ന് സ്മൃതി ഇറാനിയുടെ പേര് കേൾക്കാൻ കാരണം അവർ വീണ്ടും മുഖത്ത് ചായമിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോകുന്നു. സ്മൃതി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അറിയപ്പെടുന്ന ഫാഷൻ മോഡലായിരുന്നു, ടെലിവിഷൻ സീരിയൽ നിർമ്മാതാവായിരുന്നു, നടിയായിരുന്നു. അവർ തുളസി എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ക്യോം കി സാസ് ബി കഭി ബഹുധി എന്നൊരു സിനിമ, ക്യോം കി സാസ് ബി കഭി ബഹുധി എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ടുള്ള 2000 മുതൽ 2008 വരെ സ്റ്റാർ പ്ലസിൽ വളരെ ഹിറ്റായി വടക്കേ ഇന്ത്യയിൽ വലിയ തരംഗമായൊരു സീരിയലായിരുന്നു. അതിനുശേഷമാണ് സ്മൃതി 2003 സ്മൃതി BJP ചേരുന്നത്. സ്മൃതിയുടെ പശ്ചാത്തലം പറയുമ്പോൾ സ്മൃതിയുടെ അച്ഛൻ മൽഹോത്ര, സ്മൃതി മൽഹോത്രയായിരുന്നു പണ്ട്. ഒരു പാഴ്സിയായ സുബിൻ ഇറാനിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് സ്മൃതി ഇറാനി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ അച്ഛൻ ഗുജറാത്തിലാണ് ഇവർ താമസിക്കുന്നത്, പക്ഷേ പഞ്ചാബ് മഹാരാഷ്ട്ര ബന്ധങ്ങളുണ്ട് അവർക്ക്, അച്ഛനും അമ്മയും. കൊൽക്കത്ത ബന്ധം, അങ്ങനെ വേണമെങ്കിൽ 3-4 സംസ്ഥാനങ്ങളിലെ ഒരു ബന്ധമുള്ള ഒരു കുടുംബമാണ്, ഗുജറാത്തി കുടുംബമാണ്. മൽഹോത്ര ഷിബാനി ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് സ്മൃതി ഇറാനി. ഷിബാനി ജനസംഘത്തിൻ്റെ പ്രവർത്തകയായിരുന്നു, സ്മൃതിയുടെ അമ്മ. സ്മൃതിയുടെ മുത്തച്ഛൻ ഒരു മുഴുവൻ സമയ RSSൻ്റെ സ്വയം സേവകനായിരുന്നു. അപ്പോൾ തീർച്ചയായും BJP RSS സംഘപരിവാർ ബന്ധമുള്ള കുടുംബത്തിലാണ് സ്മൃതി ഇറാനി ജനിക്കുന്നത്. അതിനുശേഷമാണ് സ്മൃതി പല ജോലികൾ ചെയ്തു. അപ്പോൾ ഒരിക്കൽ സ്മൃതിയുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബോംബെയിൽ ഹോട്ടലിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലി വരെ ചെയ്തിട്ടുണ്ട് എന്ന് സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു. പക്ഷേ സ്മൃതി എന്ന് പറയുന്ന വനിതാ നേതാവ് ഇന്ത്യയല്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്നൊരു നേതാവായി മാറിയ 2019 40 വർഷത്തിലേറെ ആയി ഗാന്ധി കുടുംബം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കുടുംബം കുത്തകയായിട്ട് വെച്ചിരിക്കുന്ന അമേഠി മണ്ഡലത്തിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് തറപറ്റിച്ചു. അതിന് മുമ്പത്തെ വർഷം സ്മൃതി മത്സരിച്ചു, സ്മൃതി തോറ്റുപോയി. സ്മൃതി ആ മണ്ഡലത്തിൽ അങ്ങ് താമസിച്ചു. 5 വർഷക്കാലം അവിടെ താമസിച്ച് നിരന്തരം ജനങ്ങളുമായി ഇടപെട്ട് 2019 രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. പക്ഷേ 2024 രാഹുൽ കുടുംബത്തിൻ്റെ, സോണിയ കുടുംബത്തിൻ്റെ ഒരു ഭൃത്യൻ എന്ന് പറയാവുന്ന കിഷോരിലാൽ ശർമ്മയോട് 1.5 ലക്ഷം വോട്ടിന് സ്മൃതി ഇറാനി പരാജയപ്പെട്ടു പോയി. അത് വമ്പൻ തോൽവിയായിരുന്നു, ആരും പ്രതീക്ഷിക്കാത്തൊരു തോൽവി. രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി രാഹുലിൻ്റെ ഒരു കിങ്കറിനോട് തോറ്റുപോയി എന്ന് പറയുമ്പോൾ അതും ഇത്ര ഉയർന്ന മാർജിനില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, അതൊരു വലിയ പരാജയമാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പക്ഷേ അമേഠിയിൽ സ്മൃതിയോട് മത്സരിക്കാൻ ഭയമായിരുന്നു. അതുകൊണ്ടാണ് വേലക്കാരനെ പറഞ്ഞു വിട്ടത്. വേലക്കാരൻ എന്ന് പറയുന്നത് ദാസൻ എന്ന അർത്ഥത്തിലാണ്. ആ കുടുംബത്തിൻ്റെ വിശ്വസ്തനായ ഒരു ദാസൻ, അതാണ് കിഷോരിലാൽ ശർമ്മ. അപ്പോൾ അതിനുശേഷം പിന്നീട് സ്മൃതി പെട്ടെന്ന് കർട്ടന് പിന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പം രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ആളെന്നതിൽ തന്നെ സ്മൃതിയുടെ കരിയർ ഗ്രാഫ് പെട്ടെന്ന് ഉയരുകയും, അതിനു മുമ്പ് സ്മൃതി മഹിളാ മോർച്ചയുടെ അധ്യക്ഷയായിരുന്നു, BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, സെൻട്രൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു, സെൻട്രൽ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു ഒക്കെ ആയിരുന്ന സ്മൃതി വളരെ പെട്ടെന്ന് മോദി മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട മാനവ വിഭവശേഷി മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാം അല്ലേ, പിന്നെ ന്യൂനപക്ഷ മന്ത്രി, വനിതാക്ഷേമം, ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ സ്മൃതി ഇപ്പം ഈ ഭർത്താവ് സുബിൻ ഇറാനി പാഴ്സി ആണെങ്കിലും സ്മൃതി ഒരു ഹിന്ദുവായി ജീവിക്കുന്ന ആളാണ്, ഹിന്ദു കുടുംബമാണ്, ഹിന്ദു സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് സ്മൃതി ഇറാനി. പിന്നെ മാത്രമല്ല സ്മൃതിക്ക് 1-ാം മന്ത്രിയായിരുന്നു അല്ലേ. അതെ, നല്ല മന്ത്രി, നല്ല വലിയ ഇമേജ്, ആളുകൾക്കൊക്കെ വലിയ അഭിപ്രായമുള്ള ഒരു മന്ത്രിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഭാരതീയ വിദ്യാഭവൻ്റെ സ്കൂളിലെ PTA പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു വാർഷികത്തിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ടീച്ചർമാരെല്ലാം കൂടെ ആവശ്യപ്പെട്ടാന്നറിയോ, നമുക്ക് സ്മൃതി ഇറാനിയെ കൊണ്ടുവരണമെന്നായിരുന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ കൊണ്ടുവരാൻ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമായിരുന്നു സ്മൃതിയുടെ. പിന്നെ അവരുടെ വകുപ്പിലൊക്കെ ചില മാറ്റമൊക്കെ വന്നു. പക്ഷേ സ്മൃതി മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ കരിയറിലൊരു പതുക്കെ ഒരു കൊടിയിറക്കം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ഈ ചില കോണുകളിൽ നിന്ന് ആക്ഷേപം വരുന്നു, എന്താ ഈ സ്വയം പ്രൊമോഷൻ, സെൽഫ് പ്രൊമോഷൻ വല്ലാതെ കൂടുന്നു എന്നൊക്കെ തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ മീഡിയയിലൊക്കെ വന്നു. മോദിക്ക് എന്തോ ഒരു അതൃപ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതായാലും സ്മൃതിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും സീറ്റ് കിട്ടി, അതേ മണ്ഡലത്തിൽ തന്നെ. അപ്പോൾ ഒരു പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, സ്മൃതി രാഹുൽ ഗാന്ധിയോട് തോറ്റതിന് ശേഷം 5 വർഷം അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച്
ആ മണ്ഡലത്തിലെ MP ആയി. ആ മണ്ഡലത്തിലെ ഓരോ മുക്കും മൂലയും ഓരോ വീടും സുപരിചിതയായിരുന്ന സ്മൃതി എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു പാഠ്യ വിഷയമാണ്. കാരണം ഒരു മണ്ഡലം പിടിച്ചെടുത്തതിന് ശേഷം കയ്യിൽ നിന്ന് ഊർന്നു. അത് ഒരു വലിയ ജൈന്റിനെ, അല്ലേ, രാഷ്ട്രീയത്തിലെ ഒരു ഭീമനാണ് രാഹുൽ ഗാന്ധി. അയാളെ പരാജയപ്പെടുത്തിയിട്ട് കിട്ടിയ മണ്ഡലം വീണ്ടും അയാളെക്കാളും രാഹുൽ ഗാന്ധിയെക്കാളും വളരെ കുറഞ്ഞ കരിസ്മയുള്ള സ്റ്റേച്ചറുള്ള ഒരാളോട് തോറ്റുപോയി എന്നുള്ളത് ഒരു പഠന വിഷയമാക്കേണ്ട വിധമാണ്. കാരണം കേരളത്തിലെ ആർക്കെങ്കിലും വേണ്ടി അവിടെ പോയിട്ട് സ്മൃതി ഇറാനി എങ്ങനെ പരാജയപ്പെട്ടു എന്നൊരു തീസിസ് എഴുതി ഡോക്ടറേറ്റൊക്കെ മേടിക്കാവുന്നതാണ്. സഖാക്കൾക്ക് ആലോചിക്കാവുന്നതാണ്. സ്മൃതിയുടെ വാഴ്ചയും വീഴ്ചയും. ചിന്താജി റോമാരൊക്കെ അങ്ങനെ പുതിയതായി ഉണ്ടായി വരട്ടെ. ഏതായാലും സ്മൃതി ഇറാനി ഇപ്പോൾ വീണ്ടും ക്യോം കി സാസ് ബി കഭി ബഹുദി എന്നുള്ള സീരിയലിൽ അഭിനയിക്കുകയാണ്. സീരിയൽ ഉടൻ വരും എന്ന് പറയുന്നു. സ്മൃതിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണം എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി. സ്മൃതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനിപ്പോൾ ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ്, ഒരു ക്രോസ് ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അനുഭവങ്ങൾ, ഇമോഷൻസ്, വികാരങ്ങൾ, സർഗാത്മകത, പിന്നെ എൻ്റെ ബോധ്യങ്ങൾ, ഇതെല്ലാം എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്മൃതി വീണ്ടും പറയുന്നു, ഈ കഥ പറയാനുള്ള എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഒരു നടി എന്ന നിലയിൽ ഒരു നടി കഥ പറയുകയാണല്ലോ, കഥയുടെ ഭാഗമാവുകയാണ്. അതിലുള്ള കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും അഭിനയ രംഗത്തേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നമ്മുടെ സംസ്കാരം പരിപാലിക്കാൻ, സാംസ്കാരിക മൂല്യങ്ങളെ നിലനിർത്താനും എല്ലാവരിലും സഹാനുഭൂതി, പരസ്പരം ഉള്ള സ്നേഹം, ഇതൊക്കെ ഉണ്ടാക്കാനും എൻ്റെ ഈ അഭിനയത്തിലെ ഈ വേഷത്തിന്, തുളസി എന്നുള്ള വേഷത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നു എന്നൊരു പ്രതികരണവും സ്മൃതിയുടെയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്മൃതി പറഞ്ഞൊരു വാചകം ഇതാണ്: ഞാനൊരു നാൽക്കവലയിൽ നിൽക്കുകയാണ്, എൻ്റെ മുന്നിൽ അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയ അനുഭവങ്ങളുണ്ടാവും, നടി എന്ന നിലയിലുള്ള അനുഭവങ്ങളുണ്ടാവും, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഇമോഷൻസും ഉണ്ടാവാം, അല്ലേ? രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്ന ഒരു താരമായിരുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അങ്ങ് വാനിഷ്ഡായി പോയ, അല്ലേ, സ്മൃതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് കാലമായി. അപ്പോൾ അതുമായിട്ടുള്ള വികാരങ്ങളുണ്ടാവാം. പിന്നെ അതിനിടയ്ക്ക് ഇവരെ വിളിക്കുന്ന സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, അത് ഒരു നടി എന്ന നിലയിലുള്ള ക്രിയേറ്റിവിറ്റി, പിന്നെ എൻ്റെ ബോധ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ചില രാഷ്ട്രീയ സൂചന നൽകുന്ന വാക്കുകളുണ്ടോ എന്നറിയില്ല. നാൽക്കവലയിൽ നിൽക്കുകയാണ്, എങ്ങോട്ടും എന്ന് പറഞ്ഞാൽ നാൽക്കവലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് സ്വീകരിക്കണം, ഒരു തീരുമാനം എടുക്കേണ്ടി വരും, ഏതിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സ്മൃതി ഇറാനി രാഷ്ട്രീയമായി ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണോ, ജീവിതത്തിൻ്റെ ഒരു നാൽക്കവലയിൽ, അതിൽ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇനി അഭിനയത്തിൻ്റെ വഴി എന്ന് തീരുമാനിച്ചോ എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ BJP എന്ന് പറയുന്ന പാർട്ടി നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. അവർക്ക് കൃത്യമായ ഒരു ഡിസൈനുണ്ട്, അവർക്ക് കൃത്യമായ ധാരണകളുണ്ട്, അവർക്ക് കൃത്യമായ ബോധ്യങ്ങളുണ്ട്, അവർക്ക് അതിലേക്ക് ഉപരിയായി അടിയുറച്ച തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഗുജറാത്തിൽ ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ആളായിരുന്നു. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയമായി നാട് കടത്തി ദില്ലിക്ക് പറഞ്ഞു വിട്ട ആളാണ് മോദി. അങ്ങനെ ദില്ലിയിൽ കഴിഞ്ഞ മോദിയെ അടൽ ബിഹാരി വാജ്പേയി ഒരു ദിവസം ഫോണിൽ വിളിക്കുന്നു, ഉടൻ ഗുജറാത്തിലേക്ക് വരണം എന്ന് പറയുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് തടി ഇത്തിരി കൂടുതലാണ്, തടി ഒന്ന് കുറയ്ക്കണം, അതിന് വരൂ എന്ന് വിളിച്ചു വരുത്തിയതിൻ്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുജറാത്ത് രാഷ്ട്രീയത്തിന് വേണ്ട എന്ന് പറഞ്ഞ് ഗുജറാത്തിലെ പ്രാദേശിക രാഷ്ട്രീയം സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നാട് കടത്തിയ മോദി തിരിച്ച് ഗുജറാത്തിലേക്ക് വിമാനത്തിൽ വന്നിറങ്ങുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പോൾ വരുമ്പോൾ പോലും നരേന്ദ്രമോദിയുടെ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞില്ല, എന്തിനാണ് വിളിക്കുന്നത്, വരൂ നിങ്ങളുടെ തടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് പണി തരാം. കാരണം വെറുതെ ഇരുന്നിട്ട് അവിടെ പോയി ഡൽഹി പോയിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ജോലിയൊന്നുമില്ലെന്നല്ല, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ചു വരൂ എന്നുള്ള തമാശയായി കണക്കാക്കിയിട്ടാണ് വരുന്നത്. പക്ഷേ വാജ്പേയി അങ്ങനെ വിളിക്കുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഉള്ളിൽ ഈ വിളിയുടെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് ഒരുപക്ഷെ മോദിക്ക് അറിയാമായിരുന്നിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് BJP ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ഇപ്പോൾ സ്മൃതി ഇറാനിയെ ഒന്ന് പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുന്നത് ഒരു വലിയ സ്ഫോടനം, ബാങ്ങോടുകൂടി സ്മൃതിയെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കും. സ്മൃതിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചിട്ടൊന്നുമില്ല. ഏതായാലും പിന്നെ വേറൊരു കാര്യം കൂടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയം ചിലർക്ക് പ്രൊഫഷനാണ്, അല്ലേ? എന്താ ജോലി? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അങ്ങനെ കാരണം ഇപ്പോൾ കേരളത്തിലെ നിലമ്പൂർ MLA ആവാൻ വേണ്ടി മത്സരിച്ച സ്വരാജിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല,
അറിയപ്പെടുന്ന വരുമാന മാർഗ്ഗമൊന്നും CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ ഒരു 10,000 15,000 15,000 രൂപ പാർട്ടി ചിലപ്പോൾ മാസം കൊടുക്കുന്നുണ്ടാവാം. എൻ്റെ ധാരണയാണ്, കാരണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് വരെ ശമ്പളം കൊടുക്കുന്ന കാലമാണിത്. അപ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് ഒരു കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു തുക കുറേ മാസം കിട്ടുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്ന കാറ് 35 ലക്ഷത്തിൻ്റെ അമേരിക്കൻ നിർമ്മിത ജീപ്പ് കാറാണ്. എവിടെ നിന്ന് വരുമാനം എന്ന് ചോദിച്ചാൽ ഭാര്യയുടെ ജോലിയുണ്ട്. അപ്പോൾ എങ്ങനെ കമ്പനി തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന് പറയുന്ന ജയരാജന്മാരുടെ നാടാണിത്. അപ്പോൾ അതുകൊണ്ട് സ്മൃതി ഇറാനിയെ സംബന്ധിച്ച് MP എന്നതിലുള്ള പെൻഷൻ ഉണ്ടാവാം, അത് മാത്രം പോരായിരിക്കും ഒരുപക്ഷെ ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജീവിക്കാൻ അറിയാവുന്നൊരു തൊഴിലെടുക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയം വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമല്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്മൃതിക്ക് വീണ്ടും സിനിമയിലേക്ക് മാറേണ്ടി വരും. നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം നോക്കും. സുരേഷ് ഗോപി മന്ത്രിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം ജോലി എന്ന് പറയുന്നത് സിനിമയാണ്. അഭിനയിച്ച് പണം കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ കണ്ടില്ലേ, ആ മുത്തൂറ്റിൻ്റെ ഒരു ജപ്തി വന്ന വീട്ടുകാർക്ക് അദ്ദേഹം പൈസ കൊടുത്തു. അതെ, അദ്ദേഹം പൈസ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് കോൺഗ്രസ്സുകാരും DYFIക്കാരും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ വന്നത്. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ MP എന്ന നിലയിൽ കിട്ടുന്ന ML അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന നാമമാത്രമായ തുക കൊണ്ട് നമ്മുടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചുപോയ, വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയ ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിന് വലിയ തുക വേണം. ഓരോ വർഷവും സുരേഷ് ഗോപി എത്ര കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അത് പുറത്ത് പറയുന്നുമില്ല, പുറത്തങ്ങനെ പറയുന്നുമില്ല. ചിലതൊക്കെ അങ്ങ് വാർത്തകളായി വരുന്നുമില്ല. അതായത് വാർത്തകളായി വരുന്നതിൻ്റെ എത്രയോ ഇരട്ടി, 10 മടങ്ങ് 100 മടങ്ങ് അദ്ദേഹം വേറെ ചെയ്യുന്നുണ്ട്. അതൊന്നും വാർത്തയാവുന്നില്ല. ഇതൊക്കെ വാർത്തയാവുന്നതിനകത്ത് പൊളിറ്റിക്സ് കൂടി ഉള്ളതാണ് ഈ മുത്തൂറ്റിൻ്റെ ജപ്തി ഒഴിവാക്കി കൊടുത്തൊക്കെ വാർത്ത. കാരണം അപ്പുറത്തെ DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും വന്ന് സമരം ചെയ്തപ്പോഴാണ് അത് വാർത്തയാവുക. അല്ലെങ്കിൽ അത് നിശബ്ദമായി നടന്നു പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ രാഷ്ട്രീയത്തിൽ നിന്ന് 4 ചക്രം ഉണ്ടാക്കി കൈക്കൂലി മേടിച്ച് അഴിമതി മേടിച്ച് ഒത്താശകൾ ചെയ്തു കൊടുത്ത് പണം പറ്റാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പണിയെടുക്കാൻ പോകേണ്ടി വരും. അതുകൊണ്ട് സുരേഷ് ഗോപി പണിയെടുക്കുന്നു, സ്മൃതി ഇറാനിയും സ്വന്തം തൊഴിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അഭിമാനകരമാണ്. ഒരു അതിന് നമ്മൾ രാഷ്ട്രീയ ഭാവി തീർന്നു, സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയം വിടുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ട. അവർ രാഷ്ട്രീയ പ്രവർത്തകയെ തുടരും. ഒപ്പം തന്നെ അവർക്ക് ജീവിതമാർഗം എന്ന നിലയിൽ അവർക്കറിയാവുന്ന, അവർ വിജയിച്ച തൊഴിലാണല്ലോ. അവർ തുളസി എന്നുള്ള കഥാപാത്രം വീണ്ടും വരുന്നു. ഒരുപക്ഷെ സ്മൃതി ഇറാനിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫിനി വീണ്ടും ഉയരാനും ചിലപ്പം വളരെ പോപ്പുലറായ 2000 മുതൽ 2008 വരെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് അരുമയായിരുന്ന തുളസി എന്ന ക്യാരക്ടർ വീണ്ടും വരുമ്പോൾ രാഷ്ട്രീയമായും സ്മൃതിക്ക് ഗുണം ചെയ്തേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.